DJI Osmo Action 5 Pro. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് DJI Osmo Action 5 Pro അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. DJIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ക്യാമറയാണ്. ഞാൻ മേടിച്ചിരിക്കുന്ന അഡ്വഞ്ചർ കോംബോയാണ്. അപ്പം അതിൻ്റെ അകത്ത് റാഡ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്കിത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ റോഡുണ്ട്, അതുപോലെ തന്നെ 3 ബാറ്ററി, അതുപോലെ തന്നെ ബാറ്ററി കേസ്, പിന്നെ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു 2 ബോക്സാണ് വരുന്നത്. ഓസ്മോ ആക്ഷൻ 5 പ്രോയുടെ ഒരു ബോക്സ്, അതുപോലെ തന്നെ ആക്സസറീസിൻ്റെ ഒരു ബോക്സ്. അതിൻ്റെ അകത്ത് ക്യാമറയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കവറുമാണ് വരുന്നത്. ഇതാണ് ക്യാമറ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇതിനൊരു കേസാണ് വരുന്നത്. ക്യാമറയ്ക്ക് ഇടാനുള്ളൊരു കവറാണ് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ 2-3 അഡാപ്റ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് DJIയുടെ തന്നെ സെൽഫി സ്റ്റിക്ക്, നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ്. ആക്സസറീസ് കിറ്റിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ബാറ്ററി കേസാണ്. ബാറ്ററി കേസിനകത്ത് തന്നെയാണ് ബാറ്ററി വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1950 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 3 ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇമേജ് സെൻസർ വരുന്നത് 1.3 CMOS സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ മാക്സിമം റെസൊല്യൂഷൻ വരുന്നത് 40 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. ഫോട്ടോയുടെ മാക്സിമം ഫോട്ടോ റെസൊല്യൂഷൻ 40 മെഗാപിക്സലാണ്. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത് 4K 120 FPS ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ടൈം ഏകദേശം നമുക്ക് ഓപ്പറേറ്റിംഗ് ടൈം ഏകദേശം നമുക്ക് 240 മിനിറ്റ്സ് ആണ് വരുന്നത്. ആക്ഷൻ 4ന് ഏകദേശം 160 മിനിറ്റ്സ് ആയിരുന്നു നമുക്ക് ബാറ്ററി ലൈഫ് ഉണ്ടായിരുന്നത്. ഇതിന് ഏകദേശം നമുക്ക് 240 മിനിറ്റ്സ് ആണ് ബാറ്ററി ലൈഫ് പറയുന്നത്. അതുപോലെ തന്നെ ട്രാക്കിംഗ് മോഡ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നതാണ്. സബ്ജക്ട് ട്രാക്കിംഗ് മോഡ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്ത് തന്നെ വീഡിയോ ഷെയ്ക്ക് ആവാതെ അല്ലെങ്കിൽ ആ ഒരു അതിനെ ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. ആക്ഷൻ 4 ഉണ്ടായിരുന്നത് നമുക്ക് LED ഡിസ്പ്ലേ ആയിരുന്നു. ഇതിന് നമുക്ക് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ആക്ഷൻ 5 പ്രോയ്ക്ക് വരുന്നത് നമുക്ക് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും രണ്ടും OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് 47 GB, അതായത് ആക്ഷൻ 5 പ്രോയ്ക്കകത്ത് അറൗണ്ട് 47 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് ആക്ഷൻ 4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സെൻസർ ഏകദേശം സെയിം ആണ് വരുന്നത്. 1.3 സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ 4ന് 10 മെഗാപിക്സലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. 5ലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഏകദേശം 40 മെഗാപിക്സൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. 4K 120 FPS രണ്ടും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ടൈം നമുക്ക് ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് 1950 mAh ബാറ്ററിയാണ് വരുന്നത്. അത് ഏറ്റവും ഹൈലൈറ്റ് എടുത്ത് പറയേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ട്രാവലിങ്ങിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചാർജിങ് കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഡേ നമുക്ക് ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ചാർജ് ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് ഇതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി കൊണ്ട് തന്നെ നമുക്ക് ഹോൾ ഡേ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു C-to-C കേബിളാണ് വരുന്നത്, ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ട് പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ, അതല്ലെങ്കിൽ വീഡിയോ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മുകളിലത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് 40 മെഗാപിക്സൽ ക്യാമറ ആണ്. 40 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ ഫോട്ടോയുടെ. ഇതിന് ഫോട്ടോയ്ക്ക് തന്നെ ഏകദേശം 40 മെഗാപിക്സലാണ് പറയുന്നത്. ആക്ഷൻ 4ന് ജസ്റ്റ് 9.8 മെഗാപിക്സലായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി അതായത് നമ്മൾ മറ്റുള്ള ക്യാമറ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇത്. പിന്നെ ഫ്രണ്ട്സ് എടുത്ത് പറയേണ്ടത് നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ കാര്യമാണ്. സെൽഫി സ്റ്റിക്കിൻ്റെ ലെങ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെങ്ത് ഉണ്ട്. നമുക്ക് സെൽഫി എടുക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട്. പിന്നെ നമുക്ക് ട്രൈപോഡ് വേണമെങ്കിൽ ട്രൈപോഡെ കണക്ട് ചെയ്യാം. അതല്ല നമുക്ക് ചെറിയ സ്റ്റാൻഡ് DJIയുടെ തന്നെ എൻ്റെ ഓസ്മോ പോക്കറ്റ് 3 ഉണ്ട്. പോക്കറ്റ് 3യുടെ സ്റ്റാൻഡ് വേണം നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യാൻ. ജസ്റ്റ് നമുക്ക് ടേബിളിൽ വെക്കാനായിട്ടോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈറ്റ് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെക്കാനായിട്ടൊക്കെ സൗകര്യമുണ്ട്. അതിന് ട്രൈപോഡ് യൂസ് ചെയ്യുന്നതിന് ട്രൈപോഡ് യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഈ ഒരു സംഭവം. Echoing around these walls, fighting to create
ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മണി കഴിഞ്ഞു. ഈ ഒരു സമയത്തും അത്യാവശ്യം ഇരുട്ടാണ്. ആ ഒരു സമയത്ത് ആണെങ്കിലും ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. DJI Osmo Action 5 Pro. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മണി കഴിഞ്ഞു. ഇതിൻ്റെ നൈറ്റ് ലൈറ്റ് പെർഫോമൻസ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്തേക്ക് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന Action 5-ലാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് അല്ലെ വീഡിയോസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് പ്രത്യേകിച്ച് വ്ലോഗ് ചെയ്യുന്നവർക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് Action 5 Pro. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. DJI Osmo Action 5 Pro അതിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഐ എം സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.